ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുട്ടികളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടിയാണല്ലോ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത്. നമുക്ക് സൺഡേ സ്കൂൾ തുടങ്ങിയാലോ? കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചത്. പല രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു, പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങളതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തോ? കഴിഞ്ഞ ആഴ്ച തന്ന ആക്ടിവിറ്റി ചെയ്തോ? നിങ്ങൾ മറക്കാതെ ഇതെല്ലാം ചെയ്യണേ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്ഞിയെ കുറിച്ചാണ്. രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു, പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മളൊരു രാജ്ഞിയെ കുറിച്ചാണ് പഠിക്കുന്നത്. വേദപുസ്തകത്തിലെ 17ാമത്തെ പുസ്തകം ഏതാണെന്നറിയാമോ? പുസ്തകക്രമങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സമയത്ത് എല്ലാ കുട്ടികൾക്കും പുസ്തകക്രമങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ്. എല്ലാവരും അത് പഠിക്കണം. 17ാമത്തെ പുസ്തകം, വേദപുസ്തകത്തിലെ 17ാമത്തെ പുസ്തകം എസ്തേറിൻ്റെ പുസ്തകമാണ്. ഈ എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾ ഈ ചാർട്ടിലോട്ട് നോക്കിക്കേ. എസ്തേർ, ബൈബിളിൽ എസ്തേർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതൊരു ചരിത്ര പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. പ്രവചന പുസ്തകം, ചരിത്ര പുസ്തകം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ എസ്തേറിൻ്റെ പുസ്തകം ബൈബിളിലെ ഒരു ചരിത്ര പുസ്തകമാണ്. എന്താണ് ചരിത്ര പുസ്തകം? ചരിത്രം അടങ്ങിയ പുസ്തകമാണ് ചരിത്ര പുസ്തകം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ത്യനെ കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യ, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ, അതിന് ഹിന്ദു ദേശം എന്നാണ് അറിയപ്പെടുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ചരിത്ര പുസ്തകം, ചരിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. ഈ ചാർട്ടിലോട്ട് നോക്കിക്കേ. മേദ്യ, പാഴ്സി ഒരു വലിയൊരു സാമ്രാജ്യമായിരുന്നു. മേദ്യ പാർസി എന്നൊരു വലിയ സാമ്രാജ്യം. 127 രാജ്യങ്ങളാണ് ഈ സാമ്രാജ്യത്തിലുണ്ടായിരുന്നത്. എവിടം തൊട്ടാണ്? ഹിന്ദു ദേശം, അതാണ് ഇന്ത്യ. ഹിന്ദു ദേശം തൊട്ട് കൂശ് ദേശം, അതാണ് എത്യോപ്യ വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു മേദ്യ പാർസി സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു അഹശ്വേരോഷ് രാജാവ്. അഹശ്വേരോഷ് രാജാവ്, ആ രാജാവ് ഭരിച്ചിരുന്നത് BC 486 മുതൽ BC 465 വരെയാണ് ഈ രാജാവ് ഭരിച്ചിരുന്നത്. ഈ രാജാവിൻ്റെ രാജ്ഞിയുടെ പേരാണ് വസ്തി രാജ്ഞി. ഇതെല്ലാം ഓർത്തിരിക്കണേ. രാജാവിൻ്റെ രാജ്ഞിയുടെ പേരായിരുന്നു വസ്തി രാജ്ഞി. ഈ രാജാവ് രാജ്ഞിയും താമസിച്ചിരുന്ന കൊട്ടാരത്തിന് പറഞ്ഞതാണ് ശൂഷൻ രാജധാനി. ശൂഷൻ രാജധാനി. നിങ്ങളിതെല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ രാജാവിൻ്റെ രാജധാനിയുടെ പേരായിരുന്നു ശൂഷൻ രാജധാനി. അപ്പോൾ ഈ രാജാവിൻ്റെ കീഴിൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു? 127 രാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാജാവിൻ്റെ രാജ്യഭരണം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആണ്ടിൽ രാജാവ് എന്ത് ചെയ്തു? ഒരു വലിയൊരു വിരുന്ന് ഒരുക്കുകയാണ്. ഈ രാജ്യത്തിലെ പ്രഭുക്കന്മാരെയും ജനങ്ങളെയും എല്ലാം വിളിച്ചു വരുത്തി വലിയൊരു സദ്യ ഒരുക്കുന്നു. അവരെല്ലാവരും വന്നു. രാജാവിൻ്റെ പ്രതാപവും മഹത്വവും അതെല്ലാം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രാജാവ് വലിയൊരു വിരുന്ന് ഒരുക്കുകയാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി. അപ്പം അങ്ങനെ എവിടെയാണ്? ശൂഷൻ രാജധാനിയിൽ. അങ്ങനെ ഇരുന്നപ്പം രാജ്ഞിയുടെ സൗന്ദര്യം ഈ ജനങ്ങളെ എല്ലാം കാണിക്കാൻ വേണ്ടി രാജകിരീടം രാജ്ഞി അണിഞ്ഞ് എന്ത് ചെയ്യണം? ഈ രാജസന്നിധിയിൽ വരണം. അതിനു വേണ്ടി രാജാവ് എന്ത് ചെയ്യും? ആജ്ഞാപിച്ചു. പക്ഷേ ഈ വസ്തി രാജ്ഞി എന്ത് ചെയ്തു? അത് നിരസിച്ചു. രാജാവിൻ്റെ ക്ഷണം എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. രാജാവിന് കോപം വരാതിരിക്കുമോ? രാജാവിന് കോപം വന്നിട്ട് പറഞ്ഞു, നീ വസ്തി രാജ്ഞിയോട് പറഞ്ഞു, രാജ്ഞി പദവിയിൽ നിന്ന് എന്ത് ചെയ്യുക? നീ മാറിക്കൂ. ഇന്നു മുതൽ രാജ്ഞി എന്ത് ചെയ്യുക? വസ്തി രാജ്ഞി അല്ല, നീ രാജ്ഞിസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തു? മാറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അഹശ്വേരോഷ് രാജാവ് തൻ്റെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ദേശത്തെല്ലാം രാജ്യങ്ങളിലെല്ലാം പോയി സുന്ദരികളായ കന്യകമാരെ തിരഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അവരങ്ങനെ എന്ത് ചെയ്തു? രാജ്യങ്ങളെല്ലാം പോയി
നല്ല സുന്ദരിമാരായ കന്യകുമാരെ തിരഞ്ഞ് അവർ അന്വേഷിച്ചു പോവുകയാണ്. പലരെയും ആ രാജസന്നിധിയിൽ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനകത്ത് ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രാജ്ഞി എസ്തേർ. എസ്തേർ എന്നാണ് ആ യഹൂദ സ്ത്രീയുടെ പേര്. ഈ ചാർട്ട് നോക്കിക്കേ. പേർഷ്യൻ ഈ പേരിൻ്റെ അർത്ഥം, ഈ പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. ഇതിൻ്റെ എസ്തേർ എന്ന പേരിൻ്റെ പേർഷ്യൻ അർത്ഥം നക്ഷത്രം എന്നാണ്. നമ്മുടെ സ്റ്റാർ കണ്ടോ? അപ്പം എസ്തേർ എന്ന പേരിൻ്റെ അർത്ഥം എന്താ? നക്ഷത്രം. ഇനി യഹൂദ നാമമുണ്ട്. യഹൂദ സ്ത്രീ ആയിരുന്നുവല്ലോ എസ്തേർ. ആ യഹൂദ നാമമാണ് ഹദസൈ. എന്താണ്? ഹദസൈ. എസ്തേർ എന്ന യഹൂദ നാമം, എസ്തേറിന്റെ യഹൂദ നാമമാണ് ഹദസൈ. ഇതൊരു യഹൂദ സ്ത്രീ ആയിരുന്നു. അപ്പോൾ എസ്തേറിന്റെ ജാതി ഏതായിരുന്നു? യഹൂദ വംശമായിരുന്നു എസ്തേറിന്റെ ജാതി. ഇനി ഈ രാജസന്നിധിയിൽ മോർദെഖായി എന്ന് പറയുന്ന ഒരു രാജഭൃത്യനുണ്ടായിരുന്നു ഈ രാജാവിൻ്റെ രാജസന്നിധിയിൽ. ഈ മോർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു, അല്ലെങ്കിൽ ഉപ്പാപ്പൻ്റെ മകളായിരുന്നു ആര്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എസ്തേർ രാജ്ഞി. ആരായിരുന്നു? മോർദെഖായി എന്ന രാജഭൃത്യൻ്റെ ചിറ്റപ്പൻ്റെ മോൾ. അത് ഇംഗ്ലീഷിൽ നമ്മളെ അങ്കിളിൻ്റെ മോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ രാജ്ഞി പുതിയ ആയിട്ട് ആരെ കൊണ്ടുവരുന്നു? എസ്തേറിന് എന്ത് ചെയ്തു? ഈ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. എസ്തേർ അതിസുന്ദരിയായിരുന്നു. രാജാവിനെ എസ്തേറിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. അതുപോലെ അവിടെയുള്ള മറ്റുള്ള പ്രഭുക്കന്മാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? ഈ എസ്തേറിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എസ്തേറിനെ രാജകിരീടം ചൂടിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്. പുതിയ വസ്തി രാജ്ഞിക്ക് പകരം എസ്തേറിനെ എന്ത് ചെയ്തു? രാജ്ഞിയായി അവിടെ പ്രഖ്യാപിച്ചു. അങ്ങനെ എസ്തേർ രാജ്ഞിയായി രാജാവ് കൽപ്പിക്കുകയാണ്. പുതിയ രാജ്ഞി ആരാണ്? എസ്തേറാണ്. എസ്തേർ രാജ്ഞി. ഈ എസ്തേറിൻ്റെ പിതാവിൻ്റെ പേരാണ് അബിഹൈൽ എന്നാണ്. അബിഹൈൽ. ഈ എസ്തേറിൻ്റെ മാതാവും പിതാവും ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. മോർദെഖായി ആണ് എസ്തേറിനെ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്നത്. ഈ എസ്തേർ തൻ്റെ ജാതിയോ കുലവും രാജാവിനോട് അറിയിച്ചിട്ടില്ല. യഹൂദ ജാതിയാണ് എന്നുള്ള വിവരം രാജാവിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കൽ മോർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ രാജഭൃത്യനായി ഇരിക്കുന്ന സമയത്ത് 2 വാതിൽ കാവൽക്കാർ ഈ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി പദ്ധതിയിടുന്നത് മോർദെഖായിക്ക് വിവരം കിട്ടി. മോർദെഖായി പെട്ടെന്ന് തന്നെ എസ്തേറിനോട് ഈ വിവരം പറയുകയും എസ്തേർ രാജാവിനോട് ഈ കാര്യം പറയുന്നു. 2 വാതിൽ കാവൽക്കാർ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന്. ഇതറിഞ്ഞ രാജാവ് ഈ 2 വാതിൽ കാവൽക്കാരെയും കൊന്നുകളഞ്ഞു. കൂടാതെ രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അല്ലെങ്കിൽ ഡയറിയയിൽ മോർദെഖായി ആണ് ഈ വിവരം രാജാവിനെ അറിയിച്ചത് എന്ന് രാജാവ് കുറിച്ചിടുകയും ചെയ്തിരുന്നു. ഹമദായുടെ മകനായ ഹാമാൻ എന്ന വ്യക്തിയെ ഈ രാജാവ് ഉന്നത പദവിയും സ്ഥാനക്കയറ്റവും കൊടുത്ത് മറ്റുള്ള പ്രഭുക്കന്മാരെക്കാൾ ഉപരിയായിട്ട് മേലായ സ്ഥാനം കൊടുത്ത് ഈ ഹാമാനെ ഇരുത്തി. ശരിക്കും മോർദെഖായിക്കായിരുന്നു അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം കൊടുക്കേണ്ടി ഇരുന്നത്. പക്ഷേ രാജാവ് ഹാമാൻ എന്ന വ്യക്തിയെ സ്ഥാനക്കയറ്റം നൽകുകയാണ് ചെയ്തത്. ഹാമാൻ ഇങ്ങനെ പുതിയ സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ അഹങ്കരിച്ച് ഹാമാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ, രാജധാനിയിലൂടെ നടന്നു പോകുമ്പോൾ വാതിൽ കാവൽക്കാർ ഹാമാനെ വീണ് നമസ്കരിക്കുക പതിവായിരുന്നു. ഒരിക്കൽ മോർദെഖായിയുടെ അടുത്തും ഹാമാൻ വന്നപ്പോൾ മോർദെഖായി ഹാമാൻ്റെ മുമ്പിൽ
കുമ്പിടുവാനോ നമസ്കരിക്കുവാനോ തയ്യാറായില്ല. അതിന് കാരണം എന്താണെന്നറിയൂ? മൊർദെഖായിയുടെ ജാതി ഏതാണ്? എസ്തേറിന്റെ ജാതി ഏതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? യഹൂദ സ്ത്രീയായിരുന്നു എസ്തേർ. മൊർദെഖായും യഹൂദനായിരുന്നു. യഹൂദന്മാർ ദൈവത്തെ മാത്രമേ, യഹോവയായ ദൈവത്തെ മാത്രമേ വണങ്ങുകയുള്ളൂ. അവർ വേറെ ആരെയും വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്തിരുന്നില്ല. അതിൽ മൊർദെഖായി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഹാമാനെ വണങ്ങുവാനോ കുമ്പിടുവാനോ തയ്യാറാകാത്ത മൊർദെഖായിയും മൊർദെഖായിയുടെ ജാതിയിലുള്ള എല്ലാവരെയും കൊന്നുകളയുവാൻ വേണ്ടി ഹാമാൻ തീരുമാനിച്ചു. അതുപോലെ മൊർദെഖായിക്ക് 50 മുഴം നീളമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി ആ കഴുകുമരത്തേൽ തൂക്കിക്കൊല്ലുവാൻ വേണ്ടിയും അതും തീരുമാനമെടുത്തു. കൂടാതെ ഉന്നത പദവി കിട്ടിയ ഈ ഹാമാൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. രാജാവിൻ്റെ 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാരെയും കൊന്നുകളയുവാൻ വേണ്ടി ഒരു രാജ വിളംബരം പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി 10,000 വെള്ളി താലന്ത് അതിന് രാജാവിന് കൈക്കൂലിയായിട്ട് വാഗ്ദാനം ചെയ്തു. അങ്ങനെ രാജമോതിരം കൊണ്ട് മുദ്ര ചെയ്ത വിളംബരം 127 സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ എന്ന ആൾക്കാർ വഴി ഇത് വിളംബരം പുറപ്പെടുവിച്ചു കൊണ്ടേ കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. രാജാവിന് ഹാമാനിൽ പ്രീതി തോന്നിയതുകൊണ്ട് ഈ 10,000 താലന്ത് വെള്ളി ഈ ഹാമാൻ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അങ്ങനെ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി പേർഷ്യൻ സാമ്രാജ്യത്തിലെ എല്ലാ യഹൂദന്മാരെയും ആബാലവൃത്തം കൊന്നുകളയുകയും കൂടാതെ അവരുടെ വസ്തുവകകളെല്ലാം കൊള്ളയടിക്കുവാൻ വേണ്ടി എല്ലാവർക്കും അധികാരം കൊടുത്തു. ഇത് കേട്ട മൊർദെഖായി രട്ടുടുത്ത് പട്ടണത്തിൻ്റെ നടുക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞു. കൂടാതെ ഈ എസ്തേർ രാജ്ഞിയും ഇതറിഞ്ഞു. യഹൂദന്മാരെ എല്ലാം എന്ത് ചെയ്യുക, കൊന്ന് കളയുവാൻ വേണ്ടി ഒരു തീയതി നിശ്ചയിച്ചു എന്നുള്ള കാര്യം എസ്തേർ രാജ്ഞി അറിഞ്ഞു. രാജാവിൻ്റെ അടുത്ത് എപ്പോഴും എസ്തേർ രാജ്ഞിക്ക് പ്രവേശിക്കാൻ അങ്ങനെ പാടില്ല. രാജാവ് വിളിച്ചാൽ മാത്രമേ രാജ്ഞിക്ക് രാജാവിൻ്റെ അടുക്കൽ വരത്തുള്ളൂ. അതിൽ പേടിച്ച് ഈ എസ്തേർ രാജ്ഞി ഈ കാര്യം ഹാമാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പറയുവാൻ വേണ്ടി പേടിയായിരുന്നു രാജാവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മൊർദെഖായി എസ്തേറിനോട് പറയുകയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഇത് കേട്ട് എസ്തേർ രാജ്ഞിക്ക് ഇത് പറയുവാൻ വേണ്ടി രാജാവിൻ്റെ അടുത്ത് നിന്ന് അപേക്ഷിക്കുവാൻ വേണ്ടി പേടിയാണ്. ചിലപ്പോൾ കൊന്നുകളയും. ഏക ആശ്രയം ദൈവമാണ്. ഈ എസ്തേർ രാജ്ഞി ഇങ്ങനെ തീരുമാനിച്ചു. 3 ദിവസം രാവും പകലും ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടിയും ഇരിക്കുവാൻ തീരുമാനിച്ചു. രാജ്യം മാത്രമല്ല, ആ ശൂഷൻ രാജധാനിയിലെ എല്ലാ യഹൂദരും അങ്ങനെ ഉപവസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 രാവും പകലും ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ അവർ ഇരുന്നു. ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ എസ്തേർ രാജ്ഞി ഇങ്ങനെ തീരുമാനമെടുത്തു, ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, രാജാവിനെ പോയി നേരിട്ട് കണ്ട് ഈ കാര്യം പറയുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഹാമാനും ഈ രാജാവും കൂടെയുള്ള സമയത്ത് എസ്തേർ രാജ്ഞി ഇവരുടെ മുമ്പിൽ ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, എസ്തേർ രാജ്ഞിയെ എന്തു വേണം?
എന്താണ് നിന്റെ അപേക്ഷ? ഈ രാജ്യത്തിൻ്റെ പകുതിയോളം വേണമെങ്കിലും നിനക്ക് തരാം. നിന്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ എസ്തേർ രാജ്ഞി പറഞ്ഞു, ഈ ദുഷ്ടനായ ഹാമാൻ എന്നെയും എൻ്റെ കുലത്തെയും നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി ഒരു കഴുകുമരവും ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് രാജാവിനെ ബോധിപ്പിച്ചു. ഇതറിഞ്ഞ രാജാവ് ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തേൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലുവാനും യഹൂദന്മാരെയെല്ലാം കൊന്നുകളയുവാൻ ഉള്ള വിളംബരം മാറ്റി എഴുതുവാനും രാജാവ് കൽപ്പന കൊടുത്തു. പിന്നെ നമുക്ക് കാണുന്നത് ഹാമാനെ ആ കഴുകുമരത്തിൽ തൂക്കിക്കൊന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മൊർദെഖായിക്ക് ഹാമാൻ്റെ ആ സ്ഥാനവും ഹാമാൻ്റെ വീടും മൊർദെഖായിക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ പുതിയ കൽപ്പന പുറപ്പെടുവിച്ച ആ ദിവസം എല്ലാ യഹൂദന്മാരും അതൊരു ഉത്സവമായി കൊണ്ടാടി. വിടുതൽ ലഭിച്ച ആ ദിവസം, ആ ഉത്സവത്തിനാണ് പൂരീം ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. പൂരീം ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികളെ, നമ്മൾ ഈ എസ്തർ എന്ന യഹൂദ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. നമ്മൾ എന്താണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടത്? ഒന്നാമതായി, എസ്തേറിന് ദൈവം കൊടുത്ത ആ പദവി. വസ്തി രാജ്ഞിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയായി എടുക്കുകയാണ് ഉണ്ടായത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കും ദൈവം പല കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? പാടുവാനുള്ള കഴിവുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, നന്നായി പഠിക്കുവാനുള്ള കഴിവുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പല സ്ഥാനങ്ങളും നിങ്ങൾക്ക് സ്കൂളുകളിൽ ലഭിച്ചിരിക്കാം. ചിലപ്പോൾ ക്ലാസ് ലീഡറാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകളുടെ ക്യാപ്റ്റനായി നിങ്ങളെ എടുത്തിരിക്കാം, പദവികൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കാം. ഈ എസ്തർ രാജ്ഞി ചെയ്തതുപോലെ എസ്തർ രാജ്ഞിയുടെ പദവി ഉപയോഗിച്ച് സ്വന്തം ജനത്തിന് വരുന്ന ആ മഹാ പ്രശ്നം, എല്ലാവരെയും കൊന്ന് കളയുവാനുള്ള ആ രാജകൽപ്പന, അതിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ വേണ്ടി എസ്തർ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഞാൻ നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? എസ്തർ ചെല്ലുകയാണ് ഉണ്ടായത്. അതുപോലെ നമ്മളുടെ പദവികളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. മറ്റുള്ള കുട്ടികളെയും കൂടിയും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ പദവികളും നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയുള്ളൊരു തീരുമാനം നമുക്ക് ഇന്ന് എടുക്കണം. രണ്ടാമത് നിങ്ങൾ നോക്കിക്കേ, മൊർദെഖായിനെ കണ്ടു. ഹാമാന്റെ മുമ്പിൽ നമസ്കരിക്കുവാനോ വണങ്ങുവാനോ ഒരു മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനോ മൊർദെഖായി തുനിഞ്ഞില്ല. നമ്മളും മനുഷ്യരിൽ ഒരിക്കലും ആശ്രയിക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ട് എന്ത് ലഭിച്ചു? മൊർദെഖായിക്ക് ഹാമാന്റെ വീടും ഹാമാന്റെ ആ പദവിയും മൊർദെഖായിക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത്. ദൈവം പിന്നെ മാനിച്ചില്ലേ? സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നതുകൊണ്ട്. നമ്മൾ മുൻ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചു, സത്യത്തിന് വേണ്ടി നമുക്ക് ഇന്നും നിലനിൽക്കാം. മൂന്നാമതായി, എസ്തർ 3 ദിവസം രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഉപവസിക്കാറുള്ളത് നിങ്ങൾ കാണുന്നില്ലേ?
3 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ ഒക്കെ ഉപവസിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ എന്ത് പ്രശ്നമാണോ അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ കണ്ടു, എസ്തറിനെ കുറിച്ച് കണ്ടു. 3 രാവും പകലും ഉപവസിച്ചു എസ്തറിന്റെ കൂടെയുള്ളവരും. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ രാജാവ് ചോദിക്കുന്നത് എന്ത് സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്, എസ്തർ രാജ്ഞിയെ നിനക്ക് എന്ത് വേണം? കണ്ടോ? അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മൾ ഈ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. എന്നാൽ നമുക്ക് നമ്മുടെ മനഃപ്പാഠവാക്യം നമുക്ക് നോക്കിയാലോ? നമ്മുടെ മനഃപ്പാഠവാക്യം എസ്തേറിൻ്റെ പുസ്തകത്തിലെ തന്നെ 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. അതിപ്രകാരമാണ്, എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? 2 ചോദ്യങ്ങളാണ്. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? ഇത് രാജാവിനോട് എസ്തർ ചോദിക്കുന്ന 2 ചോദ്യമാണ്. കുട്ടികളെ നോക്കിക്കേ, എത്ര ഹൃദയവേദനയോടെയാണ് ഈ എസ്തർ ചോദിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? സ്വന്തം ജനത്തിന് വേണ്ടിയാണ്, അല്ലേ? ആ ഒരു ഭാരം നമുക്കും ഉണ്ടാവണം. ഇനി നമ്മുടെ ചോദ്യം അതിലോട് വരികയാണ്. ഈ പുസ്തകത്തിൽ ആകെ 10 ചോദ്യങ്ങളാണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ് പോകാം. 1-ാമത്തെ ചോദ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഒരു രാജാവ് ആർ? എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2-ാമത്തെ ചോദ്യം, എസ്തർ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? 3-ാമത്തെ ചോദ്യം, എസ്തറിൻ്റെ യഹൂദ നാമം എന്ത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ചാർട്ടിൽ ഇതെല്ലാം ഞാൻ എഴുതി കാണിച്ചിരുന്നത്. നിങ്ങളിതെല്ലാം നോട്ട്ബുക്കിൽ കുറിച്ചെടുത്തിട്ടുണ്ടോ? 4-ാമത്തെ ചോദ്യം, എസ്തറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? 5-ാമത്തെ ചോദ്യം, എസ്തറിനെ രാജ്ഞിയായി തിരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം എന്ത്? 6-ാമത്തെ ചോദ്യം, എസ്തേറും മൊർദെഖായും തമ്മിലുള്ള ബന്ധം എന്താണ്? എസ്തേറും മൊർദെഖായും തമ്മിലുള്ള ബന്ധം എന്താണ്? 7-ാമത്തെ ചോദ്യം, ഹാമാന് മൊർദെഖായോട് ക്രോധം തോന്നിയത് എന്തുകൊണ്ട്? 8-ാമത്തെ ചോദ്യം, യഹൂദന്മാരെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞ് മൊർദെഖായി എന്തു ചെയ്തു? 9-ാമത്തെ ചോദ്യം, യഹൂദന്മാരെ മുഴുവനും കൊന്നുമുടിക്കുവാൻ വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ എസ്തേറും കൂട്ടരും എന്തു ചെയ്തു? യഹൂദന്മാരെ മുഴുവനും കൊന്നുമുടിക്കുവാൻ വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ എസ്തേറും കൂട്ടരും എന്തു ചെയ്തു? 10-ാമത്തെ ക്വസ്റ്റ്യൻ, പൂരീം എന്നാൽ എന്ത്? പൂരീം എന്നാൽ എന്ത്? കഴിഞ്ഞ അധ്യായത്തിലും കഴിഞ്ഞ പാഠത്തിലും ഞാനൊരു ആക്ടിവിറ്റി ചെയ്യാൻ തന്നിരുന്നു. നിങ്ങളെല്ലാം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ തരുന്ന ഒരു ആക്ടിവിറ്റി ഇങ്ങോട്ട് നോക്കിക്കേ. എസ്തർ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? നക്ഷത്രം. കണ്ടോ? ഒരു നക്ഷത്രം കണ്ടോ? ഇതാണ് പൂരീം ക്രൗൺ. രാജകിരീടം എസ്തേറിനെ ചൂടിച്ചു എന്ന് നമ്മൾ കണ്ടുവല്ലോ. നിങ്ങൾ ഇതുപോലെ ഒരു A3 ഷീറ്റിൽ വരച്ച് അത് കറക്റ്റായി വെട്ടി അതിനെ കളറൊക്കെ ചെയ്ത് സ്റ്റാറിനും കളർ ചെയ്ത് താഴെയെല്ലാം കളർ ചെയ്ത് ഈ 2 സൈഡിലും ഒരു നൂല് കെട്ടി എന്ത് ചെയ്യണം? ഒരു ക്രൗൺ. അതിനെയാണ് പൂരീം ക്രൗൺ എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ ഇതെന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞ് അനിയത്തിമാരുണ്ടെങ്കിൽ അവരുടെ തലയിൽ വെച്ചു കൊടുക്കണം. ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. എന്നാൽ നമുക്ക് അവസാനമായി പ്രാർത്ഥിച്ചാലോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
ദൈവമേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളായി ഇന്ന് നിന്റെ സന്നിധിയിൽ വരുവാൻ ഇടവരുത്തിയനായി സ്തുതിക്കുന്നു. ഞങ്ങൾ എസ്തേറിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുവല്ലോ. എസ്തേർ തൻ്റെ സ്വന്തം സ്ഥാനം സ്വന്തം ജനത്തിനു വേണ്ടി ഉപയോഗിച്ചത് എങ്ങനെയെന്നും, അതുപോലെ എസ്തേർ ഉപവാസം പ്രസിദ്ധമാക്കിയതും അതിൻ്റെ ഫലമായി രാജാവ് അവളിൽ കനിവ് തോന്നിയതും അവളുടെ അപേക്ഷ കേട്ടതും എല്ലാം ഞങ്ങൾ പഠിച്ചുവല്ലോ. മൊർദെഖായിനെ കുറിച്ച് പഠിച്ചു. മനുഷ്യന് മുമ്പിൽ വണങ്ങാതെ, മനുഷ്യരിൽ ആശ്രയിക്കാതെ സ്വന്തം ദൈവത്തിനു വേണ്ടി നിലനിന്നു. പിന്നത്തേതിൽ മൊർദെഖായിയെ ദൈവം മാനിച്ചതായിട്ടും ഞങ്ങൾ കണ്ടു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.